നമസ്കാരം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പിരിച്വാലിറ്റിയിലേക്ക് വന്ന ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സെൽഫ് ലവ് എന്നത്. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നൊരു കാര്യവും നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഇന്നർ വർക്ക്സ് ചെയ്യുന്നുണ്ടാവും. അതിലൊന്നായിരിക്കാം സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്നത്. എന്താണ് സെൽഫ് ലവ് എന്നതിനെ പറ്റി ഓൾറെഡി ഞാൻ ഒരുപാട് വീഡിയോസിൽ നിങ്ങളെടുത്ത് ഷെയർ ചെയ്തതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് റേക്കിയിലൂടെ എങ്ങനെയാണ് സെൽഫ് ലവ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ഓരോരുത്തരോടും ചോദിക്കുകയാണ്. എന്താണ് സ്നേഹം? ലവ് എന്നതൊരു എനർജിയാണ്. കേൾക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, പക്ഷേ അതാണ് യാഥാർത്ഥ്യം. സ്നേഹം ഒരു എനർജിയാണ്. നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിലെ ഓരോന്നിലും എനർജി ഉണ്ട്. നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യാറില്ലേ? അതേപോലെ നമ്മളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ഒരു ലവ് നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു എനർജിയെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. സോ പലർക്കും ഉള്ളൊരു സംശയമാണ്, അവൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ അവൾക്ക് എന്നോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത്? കാരണം ആ ഒരു എനർജിയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ്. ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. 2 പാർട്ട്നേഴ്സ്, ഒരാൾ നാട്ടിലും ഒരാൾ പുറത്തുമാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അബ്രോഡിലൊക്കെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, ചിലപ്പോൾ ഇന്നത്തെ കാലത്ത് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് കാലത്ത് കത്തുകളിലൂടെയാണ് അവർ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും ഇന്നത്തെ കാലത്താണ് ഏറ്റവും കൂടുതൽ എക്സ്ട്രാ മാരിറ്റൽ അഫെയർസൊക്കെ നടക്കുന്നത്. പണ്ട് കാലത്ത് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. സാധ്യതകൾ കുറവാണ്, കാരണം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണെന്ന് തന്നെ പറയാം. ഭർത്താവിൻ്റെ കത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഭാര്യമാരുടെ കഥ നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാവും. ഈവൻ നമ്മുടെ പാരൻസ് പോലും, നമ്മുടെ അച്ഛന്മാരൊക്കെ പുറത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് വരാൻ വേണ്ടിയിട്ട് അമ്മ കാത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടാവും, അല്ലേ? പരസ്പരം അവർ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. കാണുന്നുണ്ടോ? ഇല്ല. പക്ഷേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്നേഹത്തെ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊരു കുഞ്ഞ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പലതരത്തിലുള്ള സോൾ കണക്ഷൻസ് ഉണ്ട്. കാർമിക്സ് ആയിട്ടും സോൾമേറ്റ്സ് ആയിട്ടും ട്വിൻ ഫ്ലെയിംസ് ആയിട്ടും ഒക്കെ. വർഷങ്ങളോളം സെപ്പറേറ്റായിട്ട് നിൽക്കുന്ന ട്വിൻ ഫ്ലെയിംസ് റിലേഷൻഷിപ്പിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എല്ലാ സ്നേഹവും ഡിവൈനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ
ഈ ഒരു കണക്ഷൻ. കോളുകൾ ഉണ്ടാവില്ല, കാണാനുള്ള സാധ്യത ഉണ്ടാവില്ല. ലോകത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് നമുക്ക് സ്നേഹത്തെ ഫീൽ ചെയ്യാൻ പറ്റും. ആരോടും പറഞ്ഞില്ലെങ്കിലും ആര് മുഖാന്തരം ഒരു വിവരവും നമുക്ക് കിട്ടിയില്ല എങ്കിൽ കൂടി പരസ്പരം നമുക്ക് ആ സ്നേഹത്തെ ഫീൽ ചെയ്യാൻ പറ്റും. അതിന് ട്വിൻ ഫ്ലെയിം ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏത് ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഞാൻ പറയുന്നത്, നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിൽ പോലും സ്നേഹത്തെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അതൊരു എനർജിയാണ്. നമ്മൾ പറയും നമുക്ക് ചുറ്റിലുള്ള ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല, എല്ലാവർക്കും എൻ്റെ അടുത്ത് ഭയങ്കര വെറുപ്പാണ്, എല്ലാവരും എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണ് എന്നൊക്കെ പറയും. എന്താണ് അതിൻ്റെ കാരണം? ഒരിക്കൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റിലുള്ള ഓരോ സോൾസും നമ്മളെ മിറർ ചെയ്യും. ഓരോ സോൾസും. അത് മനുഷ്യരാവണമെന്ന് പോലും നിർബന്ധമില്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് സ്നേഹത്തിൻ്റെ എനർജി അവർ മിറർ ചെയ്യുന്നില്ല? അതും മിറർ ചെയ്യും. അതായത് നമുക്ക് നമ്മളോട് സ്നേഹം ഉണ്ടെങ്കിലേ നമ്മുടെ ചുറ്റിലുള്ള ഓരോന്നും നമ്മളെ സ്നേഹിക്കുകയുള്ളൂ. അവിടെയാണ് സെൽഫ് ലവ് എന്നതിൻ്റെ പ്രാധാന്യവും. പ്രത്യേകിച്ച് സ്ത്രീകൾ കുട്ടികൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും അച്ഛനമ്മമാർക്ക് വേണ്ടിയൊക്കെ ജീവിക്കും. സ്വയം ജീവിക്കാൻ സ്വന്തം ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങൾ പോലും ഇല്ലാത്ത സ്ത്രീകളുണ്ട് ഇപ്പോഴും ഈ കാലഘട്ടത്തിലും. അവർക്ക് സ്വപ്നങ്ങളില്ലാഞ്ഞിട്ടോ ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടോ അല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ലൈഫ് സക്സസ് ആവുന്നതിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ സ്വപ്നങ്ങളെ അവർ ത്യജിക്കുന്നതാണ്. എത്രയോ അമ്മമാർ, ഈവൻ നമ്മുടെ അമ്മമാർ പോലും, എല്ലാവരിലും ഈശ്വരൻ്റെ പലതരത്തിലുള്ള അനുഗ്രഹങ്ങൾ എല്ലാവരിലും കിട്ടുന്നുണ്ട്. എത്രയോ അമ്മമാർ നമ്മുടെ ഇടയിൽ പാട്ട് പാടുന്നവരില്ലേ, നന്നായിട്ട് എഴുതാൻ കഴിവുള്ളവരില്ലേ, ചിത്രം വരയ്ക്കാൻ കഴിവുള്ളവരില്ലേ, നൃത്തം ചെയ്യാൻ കഴിയുന്നവരില്ലേ? ഉണ്ട്. പക്ഷേ മറ്റാർക്കൊക്കെയോ വേണ്ടി ഇതെല്ലാം പൂട്ടിക്കെട്ടി ആരും അറിയാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കേണ്ടി വരിക. ആസ്വദിച്ച് ജീവിക്കാൻ മറന്നുപോയവർ. നമുക്കിതിനെയൊക്കെ ഒന്ന് പൊടിതട്ടി പുറത്തേക്ക് എടുക്കാം. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ഇഷ്ടത്തെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളുടെ സെൽഫ് ലവ് നിങ്ങൾ പോലും അറിയാതെ ഇൻക്രീസ്ഡ് ആവും. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ ജീവിച്ചോ, വേണ്ടാന്നല്ല, പക്ഷേ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കണം, സ്വന്തം കാര്യത്തിന് വേണ്ടി. ഇവിടെ സ്വാർത്ഥരാവുക അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സെൽഫിഷ്നെസ് അല്ല കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി കൂടെ മാറ്റിവെക്കാം. അതായത് നമുക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളില്ലേ, അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കലാപരമായ കഴിവുകളാവാം, എഴുതാൻ കഴിയുന്നവരാവാം. ഇനി ഇതൊന്നും അല്ലാതെ കുറച്ച് നേരം പ്രകൃതിയുമായിട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്നവർ ആരാ ഇല്ലാത്തത്, അല്ലേ? കുറച്ച് സമയം നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒന്ന് നടക്കുക, ചുറ്റിലുള്ള ചെടികളെയും മരങ്ങളെയും പൂക്കളെയും പൂമ്പാറ്റകളെയും കാറ്റിനെയും ഒക്കെ ഒന്ന് സ്നേഹിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഉള്ളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോഴാണ് നാം പോലും അറിയാതെ നമ്മുടെ ഉള്ളിലെ സെൽഫ് ലവ് ഇൻക്രീസ്ഡ് ആവുന്നത്.
നമ്മൾ നമ്മളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെ നാം തന്നെ അംഗീകരിച്ച് അതിനെല്ലാം ഏറ്റവും ഇഷ്ടത്തോടെ പരിഗണിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുള്ള ഓരോരുത്തരും നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും. തിരിച്ച് നമുക്കും ചുറ്റിലുള്ള ഓരോന്നിനെയും സ്നേഹിക്കാൻ കഴിയും. വ്യക്തികളെന്നോ പക്ഷിമൃഗാദികളെന്നോ ഒന്നുമല്ല, അതിലുപരി നാം ചെയ്യുന്ന ഓരോ കർമ്മത്തെയും നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഏറ്റവും ഇഷ്ടത്തോടെ, ഏറ്റവും സന്തോഷത്തോടെ, ആത്മാർത്ഥതയോടെ, സമർപ്പണബോധത്തോടെ നമുക്ക് ചെയ്യാൻ കഴിയും. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലവും ലഭിക്കും. ഇനി എങ്ങനെയാണ് രേഖി ഇവിടെ നിങ്ങളെ സഹായിക്കുന്നതെന്ന് നോക്കാം. ലവ് എന്ന് പറയുന്ന എനർജി ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയിലാണ്, അനാഹത ചക്രയിലും. ഓരോ ചക്രയിലും അതിൻ്റേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ സ്നേഹബന്ധങ്ങൾ, നാം ചെയ്യുന്ന ഓരോ കർത്തവ്യത്തിലും സ്നേഹത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത് നമ്മുടെ ഹാർട്ട് ചക്രയിൽ ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ്, എനർജി ഇംപ്രൂവ്ഡ് ആകുമ്പോഴാണ്. സോ ഇവിടെ നമുക്ക് രേഖയെ ഉപയോഗിക്കാം. അതായത് രേഖ എനർജിയുടെ സഹായത്തോട് കൂടിയിട്ട് സ്നേഹം എന്ന എനർജിയെ നമുക്ക് നമ്മുടെ ഹാർട്ട് ചക്രയിലേക്ക് പകരുവാനും അതിലൂടെ നമ്മുടെ സെൽഫ് ലവ് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ചുറ്റിലുള്ള ഓരോരുത്തരെയും സ്നേഹിക്കാനും ചുറ്റിലുള്ള എല്ലാത്തിൽ നിന്ന് സ്നേഹം ആസ്വദിക്കാനും നമുക്ക് സാധിക്കും. ഇവിടെ നിങ്ങൾ കൂടുതൽ യാതൊരു തരത്തിലുള്ള എഫേർട്ടും എടുക്കേണ്ട. രേഖി എനർജിയെ നിങ്ങളുടെ കൈകളിലേക്ക് വിളിച്ച് നിങ്ങളുടെ ഹൃദയഭാഗത്തോട് ഇരു കൈകളും ചേർത്ത് വെച്ച് ആ ഒരു ദിവ്യമായ വൈറ്റ് ഡിവൈൻ എനർജി നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് പോകുന്നതായി സങ്കല്പിച്ച് കുറച്ച് നേരം രേഖി എന്ന മഹാശക്തിയുടെ സ്നേഹത്തെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഈശ്വരൻ്റെ സ്നേഹം നിങ്ങളിൽ നിറയുന്നത്. എത്ര സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് ആ സ്നേഹത്തിൻ്റെ ഊർജ്ജത്തെ പകരുവാൻ കഴിയുന്നോ അത്രയും വലിയ മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിക്കും. കാരണം രേഖി എന്നത് സ്നേഹത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദൈവിക ഊർജ്ജമാണ്. ഈശ്വരൻ തന്നെയാണ് സ്നേഹമെന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നിങ്ങൾ ഒരുപാട് വിഷ്വലൈസേഷനോ അഫർമേഷനോ ഒന്നും വേണമെന്നില്ല. അഫർമേഷനൊക്കെ കൊടുത്താൽ കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ആസ്വദിച്ചുകൊണ്ട് രേഖിയെ നിങ്ങൾ സ്വീകരിക്കൂ. എല്ലാം മറന്ന് രേഖി എനർജി കൈകളിൽ വിളിച്ച് ചുറ്റിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് കുറച്ച് സമയം രേഖിയിലൂടെ സ്നേഹത്തിൻ്റെ ആ ദിവ്യമായ ഊർജ്ജത്തെ, ആ സുഖത്തെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. യഥാർത്ഥ ഈശ്വരൻ്റെ സ്നേഹത്തെ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും സാധിക്കും. കുറച്ചു നേരം നിങ്ങളുടെ കൈകളിലൂടെ രേഖി നിങ്ങളുടെ ഹാർട്ട് ചക്രയിലേക്ക് പകരുന്ന സമയത്ത് യഥാർത്ഥ സ്നേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. നിരന്തരമായി രേഖി സാധനയിലൂടെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹത്തിൻ്റെ അളവിനെ അധികമാക്കാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിലുള്ള ലവ് എന്ന എനർജി ഇംപ്രൂവ്ഡ് ആവുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ റിലേഷൻഷിപ്പും ഏറ്റവും ബ്യൂട്ടിഫുള്ളായി മുന്നോട്ട് പോകും. ഈവൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്ന കാർമിക്സ് റിലേഷൻഷിപ്പ് പോലും, നമുക്കൊരിക്കലും വിട്ടു മാറ്റാൻ പറ്റാത്ത കാർമിക്സ് റിലേഷൻഷിപ്സ് ഉണ്ട്. നമ്മുടെ പാരൻസ്, നമ്മുടെ കുട്ടികൾ, നമ്മുടെ പാർട്ട്നേഴ്സ്,
ഇവരൊക്കെ നമുക്ക് അനുകൂലമാവുന്നത് നമുക്ക് കാണാം. അതുപോലെ നാം ചെയ്യുന്ന കർമ്മം അത് ഏത് തന്നെ ആയിക്കൊള്ളട്ടെ, അത് നിങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏറ്റവും ആസ്വദിച്ച് പൂർത്തീകരിക്കുവാൻ സാധിക്കും. അതിൻ്റെ ഫലവും നാം പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരിക്കും. ഈശ്വരൻ്റെ സ്നേഹം നിങ്ങൾ നിറയുന്ന സമയത്ത് നാം പോലും പ്രതീക്ഷിക്കാതെ ചുറ്റിലുള്ള ഓരോന്നും നമുക്ക് ആസ്വദിക്കാനും ചുറ്റിലുള്ള ഓരോരുത്തരിൽ നിന്നും നമുക്ക് സ്നേഹത്തെ സ്വീകരിക്കാനും സാധിക്കും. യാതൊരു തരത്തിലുള്ള നിബന്ധനകളോ യാതൊരു തരത്തിലുള്ള പ്രതീക്ഷകളോ ഒരു തരത്തിലുള്ള ബാധ്യതകളോ വയ്ക്കാതെ നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ, ഒരു കണ്ടീഷൻസും ഇല്ല, ഒന്നും പ്രതീക്ഷിക്കണ്ട. പക്ഷേ ചുറ്റിലുള്ള ഓരോന്നിനെയും എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി അതിനെ പൂർണ്ണമായി നമുക്ക് സ്നേഹിക്കാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈശ്വരൻ്റെ സ്നേഹം എല്ലാവരിലും ഒരുപോലെ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.